വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നിലമ്പൂർ ചാലിയാറിൽ ജനകീയ തെരച്ചിൽ തുടങ്ങി. വനമേഖലയും പുഴയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതെന്ന് മലപ്പുറം SP ശശിധരൻ 24നോട് പറഞ്ഞു. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ പുഴയുടെ രണ്ട് സൈഡിലോട്ട് രണ്ട് വിഭാഗം പോകും. അതോടൊപ്പം തന്നെ കുമ്പളപ്പാറ തൊട്ടിട്ട് പരപ്പൻപാറ വരെ പുഴയുടെ രണ്ട് സൈഡിലൂടെ വേറെ രണ്ട് ഗ്രൂപ്പ് പോകും. ഇവിടുന്ന് ഇരുട്ടുകുത്തി നിന്ന് ഡൗൺ സ്ട്രീമിൽ ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റും SHOമാരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അവിടെയും തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ മമ്പാട് അവിടെ റെഗുലേറ്ററിൻ്റെ അവിടെ സ്കൂബ ഡൈവേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അവരെ വെച്ചിട്ട് ഞങ്ങളവിടെ ആഴത്തിൽ പരിശോധന നടത്തും. അവിടെ അടിയിൽ എവിടെയെങ്കിലും വല്ല ബോഡി വല്ലതും കിടക്കണം നോക്കാനായിട്ട്. അതോടൊപ്പം തന്നെ വാഴക്കാട് ഭാഗത്ത് പോലീസ് ബോട്ട് ഉപയോഗിച്ചിട്ട് വാഴക്കാട് അരീക്കോട് ലിമിറ്റുകളിൽ അവിടെ സെപ്പറേറ്റ് പട്രോളിങ്ങും അവിടെ തന്നെ പുഴയുടെ ഏതെങ്കിലും ഭാഗത്ത് ബോഡി വല്ലതും കുടുങ്ങി കിടക്കണ്ടോ എന്നുള്ള പരിശോധന കൂടി ഉണ്ടാവും. നിലമ്പൂരിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, പറയൂ വിശദാംശങ്ങൾ. SK, ചാലിയാറിൽ ഇപ്പോൾ ജനകീയ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് പോലെ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും ചാലിയാറിന്റെ തീരത്തും ഇപ്പോൾ ഈ ജനകീയ തിരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇന്നത്തെ തിരച്ചിലിന്റെ പ്രധാനം നമുക്കറിയാം, ജനകീയ തിരച്ചിലാണ്. വനമേഖല കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ ചാലിയാർ തീരത്തും ഈ തിരച്ചിൽ നടത്തുന്നുണ്ട്. 8 ടീമുകളായി തിരിച്ചുകൊണ്ട് മുണ്ടേരി മുതൽ ഇരുട്ടുകുറ്റി കടവ് വരെയും അതോടൊപ്പം തന്നെ പരപ്പൻപാറ വരെയും കൂടാതെ ഇരുട്ടുകുറ്റി മുതൽ പൂക്കോട്ടുമന കടവ് വരെയുമാണ് ഇന്നത്തെ ഈ തിരച്ചിൽ ചാലിയാർ തീരത്ത് നടക്കുന്നത്. വനമേഖല കേന്ദ്രീകരിച്ചാണെങ്കിൽ ഇരുട്ടുകുറ്റി മുതൽ കുമ്പളപ്പാറ വരെയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. തണ്ടർബോൾട്ട്, NDRF, ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ള സംഘം ഈ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടി 2 ആഴ്ച പിന്നിടുന്നു. ഈ 2 ആഴ്ചയിലെല്ലാം ഈ ചാലിയാർ തീരത്ത് നിന്ന് മൃതദേഹമോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി തിരച്ചിൽ നടത്തിക്കൊണ്ട് ഇനി ആരെങ്കിലും ശരീരമോ അല്ലെങ്കിൽ മൃതദേഹമോ ഈ ഒരു പുഴയിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തും വരെ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ SP-യുമായി സംസാരിച്ചു. വനമേഖല കേന്ദ്രീകരിച്ചും സമഗ്രമായ ഒരു തിരച്ചിൽ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യം, കഴിഞ്ഞ ഈ 14 ദിവസവും ചാലിയാർ തീരത്ത് നിന്ന് ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനകീയ തിരച്ചിൽ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി നടത്തിക്കൊണ്ട് പരമാവധി ദൂരം എത്ര തിരച്ചിൽ നടത്താൻ കഴിയുമോ അതെല്ലാം തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 കിലോമീറ്റർ വരെ ഇന്നത്തെ തിരച്ചിൽ നടത്തുമെന്ന് ഇപ്പോൾ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ വനമേഖല കേന്ദ്രീകരിച്ചും സമഗ്രമായ ഒരു തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് എല്ലാ ദിവസവും തിരച്ചിൽ നടത്തുമ്പോൾ മൃതദേഹമോ ശരീരഭാഗമോ കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ചാലിയാറിന്റെ തീരത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 10 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം വരെ ഈ തിരച്ചിൽ നടത്തും. വനമേഖല കേന്ദ്രീകരിച്ചും സമഗ്രമായ തിരച്ചിലൂടെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്തമുണ്ടായ മണിക്കൂറുകൾക്കകം തന്നെ ചാലിയാറിന്റെ തീരത്ത് നിരവധി മൃതദേഹങ്ങൾ വന്നടിഞ്ഞിരുന്നു. ഇന്നലെയും ഏതാണ്ട് 2 പേരുടെയും മൃതദേഹം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചാലിയാറിന്റെ ജലനിരപ്പ് കുറഞ്ഞൊരു സാഹചര്യത്തിൽ മണ്ണിനടിയിൽ കൂടുതൽ പേരുടെ ശരീരഭാഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ സംഘമുള്ളത്. അതിന്റെ ഭാഗമായുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഈ ഒരു ചാലിയാർ തീരത്ത് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. അല്പസമയം തന്നെ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. SK. താങ്ക് യു നിതിൻ അംബുജൻ.